ഇടുക്കിയിലേക്ക് വഴി തെളിച്ചത് ഊരാളി വിഭാഗത്തിൽപ്പെട്ട ഒരു ആദിവാസി മൂപ്പനായിരുന്നു. കരിവെള്ളയാൻ ചെമ്പൻ കൊലുമ്പൻ. ഇടുക്കി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളാപ്പാറയിൽ കൊലുമ്പന്റെ സമാധി കാണാം. ലക്ഷങ്ങൾ ചിലവഴിച്ച് ഇവിടെ ചില നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയെങ്കിലും പിന്നീട് അവഗണിക്കപ്പെട്ടു. കൊലുമ്പൻ കോളനിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ആരും താൽപര്യം കാണിച്ചില്ല. മലങ്കര റബ്ബർ എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന WJ ജോണാണ് കുറുവൻകുറത്തി മലകളെ ബന്ധിപ്പിച്ച് അണകെട്ടാമെന്ന ആശയം ആദ്യം മുന്നോട്ട് വെച്ചത്. ജോണിനെ ഇങ്ങോട്ട് എത്തിച്ചതാകട്ടെ കൊലുമ്പനും. ഇടുക്കി ഡാമിന്റെ ചരിത്രത്തിനൊപ്പം ചേർത്ത് വെച്ച പേരാണെങ്കിലും കാലക്രമത്തിൽ കൊലുമ്പനും അവഗണിക്കപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പാണ് കൊലുമ്പൻ സമാധി നിർമ്മിച്ചത്. കൊലുമ്പന്റെ പൂർണ്ണകായ പ്രതിമയും സ്ഥാപിച്ചു. ചെറിയൊരു പാർക്ക് പോലെ ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കി. പക്ഷേ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമായിട്ട് കൂടി ഇവിടെ ഒരു വാട്ടർ കണക്ഷൻ നൽകിയില്ല. 25 വർഷമായിട്ട് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ ഇടുക്കിയുടെ മന്ത്രി എല്ലാ പ്രാവശ്യവും മത്സരിക്കാൻ പോകുമ്പം ഈ മണ്ഡപത്തിൽ കയറി പുഷ്പാർച്ചന ചെയ്ത് തിരികെത്തിച്ചിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. ജയിച്ചതിന് ശേഷവും ഇവിടെ തന്നെ വരും. പക്ഷേ ഇന്ന് വരെ അതിനകത്തൊരു വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് കണക്ഷൻ കൊടുക്കുവാൻ ഇന്ന് വരെ വാട്ടർ അതോറിറ്റിയോ സംവിധാനമോ ചെയ്തിട്ടില്ല. അതിനകത്തുണ്ടായിരുന്ന പൂച്ചെടികൾ, അതിനകത്തുണ്ടായിരുന്ന സംവിധാനങ്ങൾ മുഴുവൻ കരിഞ്ഞുടങ്ങിപ്പോയി. കൊലുമ്പന്റെ പിന്മുറക്കാർ താമസിക്കുന്ന കൊലുമ്പൻ ഉന്നതിയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 35 വർഷങ്ങൾക്ക് മുമ്പ് പണിത കമ്മ്യൂണിറ്റി ഹാൾ, പ്രദേശത്തെ കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലം എല്ലാം നവീകരിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അവഗണിക്കപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷം ഇത് പഞ്ചായത്തിന് കൈമാറി. ഇപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇത് പല പ്രാവശ്യമായി മെയിൻ്റനൻസുകൾ പല പ്രാവശ്യമായി ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനകത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. 2 ബാത്റൂം ഉള്ളത് ആകെ പോയി, അതിൻ്റെ വാതിലെല്ലാം പൊളിഞ്ഞു പോയി കിടക്കുവാണ്. ഈ ഒരു മുറിയിൽ മാലിന്യം കൂട്ടിയിരിക്കുകയാണ്. അതിൻ്റെ അപ്പുറം ആണ് ഈ കല്യാണം, മറ്റ് ഫംഗ്ഷനുകളെല്ലാം നടക്കുന്നത്. ആദിവാസി ക്ഷേമത്തിന് കോടികൾ ചെലവഴിക്കുമ്പോൾ കൊലുമ്പന്റെ പിന്മുറക്കാർ അവഗണിക്കപ്പെടുന്നത് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.